ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായിട്ട് ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് കരുതണം. പക്ഷെ നമുക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എഡിറ്റിങ് കാര്യങ്ങളായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ പിന്നെ നമ്മളൊരു തവണ എടുക്കും, ഡിലീറ്റ് ആക്കും, വീണ്ടും എടുക്കും, ഡിലീറ്റ് ആക്കും. ആ പ്രോസസ്സ് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ മാറ്റിച്ചമഞ്ഞ് പോയിട്ടുള്ള അത്രയും നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് ഇരുന്ന നിമിഷം, ഡ്രീം കം ട്രൂ മൊമെൻറ്റ്. അതായത് ഒരിക്കൽ നമ്മൾ നടക്കുമെന്ന് വിചാരിച്ചില്ല, നടക്കും ഇൻഷാ അല്ലാഹ്. പക്ഷേ എന്നാണ്, എപ്പോഴാണ്, നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിക്കാത്ത ടൈമിൽ പടച്ചവൻ വലിയവനാണെന്നുള്ളതിൻ്റെ ഒറ്റ തെളിവാണ്. നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ പണികൾ തുടങ്ങി, ഓരോന്നായിട്ട് അൽഹംദുലില്ലാ റാഹത്തായി അങ്ങനെ നടന്ന് പിന്നെ അൽഹംദുലില്ലാ ഇപ്പോൾ ഫിനിഷിങ് ആയി എന്ന് പറഞ്ഞാൽ അല്ലറ കുറച്ച് പണികളും കാര്യങ്ങളുണ്ട്. എന്നാലും അൽഹംദുലില്ലാ നമുക്ക് നല്ലൊരു വീടായിട്ടോ. ഞങ്ങൾ ചെർപ്പളശ്ശേരി വഴിയാണ് പോകാറ്. അപ്പോൾ നമ്മുടെ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പം നല്ല ഭംഗിയാണ്. നമുക്കെന്താ പറയുക, ഒരു കാമൻ കോയറ്റ് നമ്മുടെ ഇഷ്ടത്തിന് പോകാം. അതായത് ഞങ്ങൾ പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം, കോട്ടക്കൽ ആ വഴിയായിട്ടാണ് പോകാറ്. അപ്പോൾ അതിൽ കൂടി പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ ഷോർട്സിൽ പറഞ്ഞില്ലേ ഗൈസ്, ഞാനൊരു പള്ളി കാണിച്ചു തരാമെന്ന്. അതാട്ടത് നല്ല ഭംഗിയില്ലേ? ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയൊക്കെ ഭംഗിയായിട്ട് നേരിട്ട് കാണാൻ. അവിടെ ഉള്ളവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങോട്ട് നോക്കിയാലും പള്ളി, ഇങ്ങോട്ട് നോക്കിയാലും പള്ളി, എല്ലായിടത്തും പള്ളിയും കാര്യങ്ങളാട്ടോ. ഒന്ന് കണ്ടാൽ വിചാരിക്കും ഇതാണ് ഭംഗിയെന്ന്. പിന്നെ അടുത്തത് അങ്ങനെ ഫുൾ സൂപ്പറാണ്. വരുന്ന സ്ഥലം ഭയങ്കര വൈബാണ്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ കണ്ടല്ലോ, നമ്മളിങ്ങനെ മെൽറ്റായി പോകും. അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഞാനും എൻ്റെ താത്തയും കുട്ടികളും അളിയനും ഒക്കെ കൂടി ഞങ്ങൾ ഓട്ടോറിക്ഷയിലായിട്ട് പോയത്. നമ്മുടെ ഓട്ടോറിക്ഷ ഉണ്ടാകുമ്പോൾ നമുക്ക് വേറൊരു കാറോ വണ്ടിൻ്റെ ആവശ്യമില്ല. ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പോകാം വരാം. പോകുമ്പോൾ പോയാൽ മതി, എത്തുമ്പോൾ എത്തിയാൽ മതി, വരുമ്പോൾ വന്നാൽ മതി. ഒരു ടെൻഷനില്ല. ഇനിയിപ്പോൾ അഥവാ മീനും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മളെ വണ്ടിയിൽ വെക്കും ചെയ്യാം. അതന്നെ പോകുമ്പോൾ കണ്ടോ ആകാശമൊക്കെ എത്ര ഭംഗിയുണ്ടെന്ന്. ഞാൻ ഈ യൂട്യൂബും കാര്യങ്ങളും തുടങ്ങിയതിൻ്റെ ശേഷം ഇത്രയും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടില്ലേ എന്ന് വിചാരിക്കണം. മറ്റേത് നമ്മളിങ്ങനെ കാണും, വേറെ വർത്താനം കാര്യങ്ങളൊക്കെ. ഇപ്പം എനിക്ക് കാഴ്ചക്കപ്പുറം ഒരു വീഡിയോ കൂടി വേണമല്ലോ. ഇപ്പോൾ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇനി ഞാൻ വീട് കാണിക്കാം കേട്ടോ. ഈ വീട് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയും. നിങ്ങൾ യൂട്യൂബിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും ഇത്രയും വലിയ വീടിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? അതിൽ താമസിക്കുന്നുണ്ടോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അത് പോട്ടെ, നമ്മൾ അത്രയും ആവശ്യത്തിലേക്കൊക്കെ നമുക്ക് പിന്നെ കിടക്കാം. അങ്ങനെ ഞങ്ങൾ തിരൂരെത്തി ആദ്യം ഒരു ഫർണിച്ചർ കയറിയിട്ടോ. അവിടുന്ന് എനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ നമുക്ക് കാര്യങ്ങളും ഇതൊന്നും കിട്ടിയില്ല കേട്ടോ. കളക്ഷനും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ നമ്മുടെ ബഡ്ജറ്റും നമ്മൾ വിചാരിച്ച ഡിസൈൻസും ഒക്കെ തമ്മിൽ നല്ല ഡിഫറൻ്റ് ആയിരുന്നു. അങ്ങനെ രണ്ടാമതൊരു കടയിൽ കയറി. അവിടെ എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബഡ്ജറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് റേറ്റും കാര്യങ്ങളും വലിയ എല്ലാ തരത്തിലുള്ളതുണ്ട്. ഓവറായിട്ടുള്ള വില വരണമെങ്കിൽ അങ്ങനെയുണ്ട്, എന്നാൽ കുറഞ്ഞ റേറ്റിൽ വേണമെങ്കിൽ അതുകൊണ്ട്. സെയിം സാധനം തന്നെ രണ്ട് റേറ്റിലും വിസിബിളാണ്, നമുക്കവിടെ കിട്ടും കേട്ടോ. അങ്ങനെ ഇത് കണ്ടപ്പോൾ നുനു പറയും, ടേബിൾ കണ്ടപ്പോൾ ഉമ്മച്ചിക്ക് ഇങ്ങനത്തെ വാങ്ങി തരുമൊക്കെ ചോദിച്ചിട്ടോ. ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് അങ്ങനെ അവസാനത നമ്മുടെ വീട് അൽഹംദുലില്ലാ വീടെത്തിയിട്ടോ. നല്ല രസമല്ലേ കാണാൻ, ക്യൂട്ടായിട്ടില്ലേ? ഉള്ളിൽ ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ഓരോന്നായിട്ട് ഇനിയും കുറച്ചിങ്ങനെ ചെയ്തു വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ പെട്ടെന്ന് വെച്ച് നമുക്ക് നല്ലൊരു ഡേറ്റും കാര്യങ്ങളും തീയതി എന്തൊക്കെ കിട്ടിയപ്പം ഇനി ഇരിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നുണ്ടായ തീരുമാനത്തിലാണ്. ഇവർ കണ്ടേ കിട്ടിയ ഹൗസ് വാമിനോ എന്താ പറയുക, എനിക്കൊരു ഫാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ റിമോട്ടിൻ്റെ ആയിരുന്നു. ഇത് രണ്ടൊക്കെ ഫിറ്റ് ചെയ്യാൻ അറിയില്ല, എന്നാലും അറിയുമോ നോക്കാൻ വേണ്ടി വെറുതെ ഒരു ഷോ കാണിക്കുകയാണ്. ലാസ്റ്റ് ഒരു പരാജയമൊക്കെ സംബന്ധിച്ചു. രാത്രി കാണാൻ നമ്മൾ വീടൊന്നും കൂടി ഭംഗിയായിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അത്രയും സന്തോഷമായിട്ടുള്ള നിമിഷമാണ്. നമ്മളെ വീട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അത്രയും എന്താ പറയുക, സന്തോഷമായിട്ട്. ഒരു വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വപ്നമാണ്. എല്ലാവർക്കും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ എന്നാലും നമുക്കതൊരു സന്തോഷമില്ലല്ലേ. അപ്പോൾ ഈ വീട് ലാസ്റ്റ് വരേണ്ടത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ലാസ്റ്റായി പോയതാണ്, നിങ്ങളതൊന്ന് ക്ഷമിക്കണം. അങ്ങനെ നമ്മുടെ വീഡിയോസിന് അത്യാവശ്യം വ്യൂവേഴ്സും കാര്യങ്ങളുണ്ട്, പക്ഷെ അധികം സബ്സ്ക്രൈബേഴ്സ്
നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോഴുള്ളിട്ട് നമുക്ക് തെറ്റായാലും ശരിയാണ് തിരുത്താൻ പറ്റുക. അപ്പോൾ നമുക്ക് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു.